ഈ മനോഹരമായ രാവിലെ സമയത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയല്ലോ. ये मनोहर सुबह के समय परमेश्वर ने हमें इकट्ठा किया, इसलिए परमेश्वर का धन्यवाद करते हैं। ഈ ആത്മീയ ശുശ്രൂഷയുടെ നേതൃത്വം വഹിക്കുന്ന ദേവദാസൻ, അതുപോലെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, ദൈവദാസിമാർ, ആരാധന ലീഡ് ചെയ്ത പ്രിയപ്പെട്ട സഹോദരി, എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. इस आत्मिक सभा को लीड कर रहे पास्टर जी का और सभी पासवानों का और सभी भाई बहनों का और आज की आराधना में अगुवाई करने वाली बहन का सबको हम धन्यवाद करते हैं। ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. परमेश्वर हमें हमारी सहायता करे। എത്ര സന്തോഷമുള്ള രാവിലെ നാം ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിച്ചു. നാം ദൈവമുമ്പാകെ ആയിരിക്കും ദൈവത്തിന്റെ വചനവുമായി. കൃത്യമായുള്ള ദൈവിക ശബ്ദം നമുക്ക് രാവിലെ ശ്രവിക്കാം. कितनी खुशी की बात है कि हम Lord, please clear the network, Lord. പ്രൈസ് ദി ലോർഡ്. സോറി, ചെറിയ മിസ്റ്റേക്ക് വന്നു. നെറ്റ് വിഷയം തോന്നുന്നു. നമ്മൾ സഹായിക്കാം. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. आप सबको सुनाई दे रहा होगा, इसलिए പ്രൈസ് ദി आशा ലോർഡ്. करते हैं। ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. सभी को मैं जय मसीह कहता हूँ। വളരെ സന്തോഷമുള്ള രാവിലെ സമയത്ത് ഇങ്ങനെ അവസരം നൽകിയ ദൈവത്തിന്, കർത്താവിന്റെ വലിയ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വീണ്ടും വന്ദനം അറിയിക്കുന്നു. इस सुबह के समय आप सबके साथ आप वचन को बांटने के लिए परमेश्वर मदद कर रहा है, इसलिए परमेश्वर का धन्यवाद करते हैं। കർത്താവിന്റെ വചനം വളരെ സന്തോഷത്തോടെ നാം ഇന്ന് രാവിലെ ശ്രമിക്കാൻ പോകുകയാണ്. आज का वचन है, जो परमेश्वर का वचन है, आज हम लोग बड़ी ही आनंद के साथ इसको हम सुनने जा रहे हैं। പല സ്ഥലങ്ങളിൽ കർത്താവിന് വേല ചെയ്യുന്നവരും ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുമാണ് നാം എല്ലാവരും. हम सब जानते हैं कि हम सब अलग अलग जगहों में परमेश्वर की सेवा करते हैं। നമ്മുടെ ഉദ്ദേശം, ഒരു വലിയ ആത്മീക ഉദ്ദേശം നമ്മുടെ മുമ്പിലുണ്ട്. ആമേ, നമുക്ക് ഒരുമിച്ച് ദൈവസഭയുടെ വ്യാപ്തിക്ക് വേണ്ടി മുമ്പോട്ട് നീങ്ങണം. हमारा लक्ष्य जो है वो बहुत बड़ा लक्ष्य है। हम सबको एक साथ उस परमेश्वर के राज्य में प्रवेश करना है। കർത്താവിന്റെ സഭയുടെ വിശാലതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കണം. वो परमेश्वर की जो कलीसिया है उसकी विशालता के लिए हमें आगे बढ़ना है। കർത്താവിന്റെ വിളി നമ്മുടെ മേലുള്ളത് നാം ഇന്ന് രാവിലെ വീണ്ടും ഓർത്ത് സ്തോത്രം ചെയ്യാൻ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഞങ്ങളെ വിളിച്ചല്ലോ. परमेश्वर की बुलाहट जो हम पर है, हम उसके लिए परमेश्वर को धन्यवाद करें कि प्रभु आपकी बुलाहट मुझ पे है। ആമേ, കർത്താവിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമായ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ഭാഗമാകുവാൻ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിപ്പാനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തല്ലോ. परमेश्वर की कलीसिया के लिए, जो परमेश्वर की प्रिय कलीसिया है, उसकी सेवा करने के लिए परमेश्वर ने हमें बुलाया, इसलिए हम परमेश्वर को धन्यवाद करें। ദൈവമക്കളെ, നമുക്ക് ലഭിച്ച വലിയ ആ പദവിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. जो परमेश्वर ने हमें बहुत बड़ा पद दिया है, उस पद के लिए परमेश्वर को धन्यवाद करें। ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി അധ്വാനിപ്പാനായി ദൈവം നമ്മളെ വിളിച്ചു വേദനിച്ചു. जो कलीसिया मसीह की देह है, उसकी सेवा करने के लिए परमेश्वर ने बुलाया, इसलिए परमेश्वर का धन्यवाद करें। ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉന്നതമായ പദവിയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക, ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്. इस पूरी दुनिया में, इस पूरे संसार में सबसे उच्च पदवी में अगर कुछ है तो वो यही है कि उस मसीह की सेवा में निकलना। ഇന്ന് രാവിലെ നമ്മുടെ ദൈവിക വിളി ഓർത്ത് സ്തോത്രം പറയാം. इसलिए आज हम जो हमारे ऊपर और आपके ऊपर जो परमेश्वर की बुलाहट है, उसके लिए परमेश्वर को धन्यवाद करें। ഇത്ര വലിയ പദവിക്ക് അല്ലാതിരുന്നെങ്കിലും കർത്താവ് നമ്മളെ വിളിച്ച് വേദനിച്ച് ഈ വിശുദ്ധമായ പദവിയിൽ നിർത്തിയ ദൈവത്തിന്റെ മഹാകൃപ. इस पदवी के लिए, इस स्थान के लिए हम योग्य तो नहीं थे, लेकिन परमेश्वर ने हमें बुलाया और इसमें हमें ठहराया, इसलिए परमेश्वर को धन्यवाद करें। ദീർഘവർഷങ്ങളായിട്ട് ദൈവനാമത്തിന്റെ അധ്വാനിക അഭിഷിക്തന്മാർ, പിതാക്കന്മാർ നമ്മുടെ മധ്യമുണ്ട്. कई सालों से, कई वर्षों से परमेश्वर की सेवा कर रहे हुए सभी लोग यहाँ पे मौजूद हैं.
ഉത്തരേന്ത്യയിലും സൗത്തിലും എല്ലാം അധ്വാനിക്കുന്ന അഭിഷിക്തന്മാർ उत्तर भारत में, दक्षिण भारत में जो दास सेवा कर रहे हैं, സകലരെയും വളരെ ബഹുമാനത്തോടെ ഇന്ന് രാവിലെ ഞങ്ങൾ നന്ദി പറയുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. उन सभी के लिए हम परमेश्वर का धन्यवाद करते हैं. ആമേ, കർത്താവിന്റെ വേല ആമേൻ ശ്രേഷ്ഠമേറിയ പദവിയാണ്. जो परमेश्वर की सेवा है वो सब बहुत बड़ी एक जिम्मेदारी है. അതിൽ പല ഇടങ്ങളിൽ നാം ആ ഉത്തരവാദിത്വം ചെയ്തു വരികയാണ്. हम कई जगह उस जिम्मेदारी को निभाते आ रहे हैं. സഭാധ്യക്ഷന്മാരുണ്ട്, जो सभा के अध्यक्ष हैं, വചനം സൂക്ഷിക്കുന്നവരുണ്ട്, जो वचन का प्रचार करते हैं, ദൈവസഭയെ ആരാധിച്ച് ആരാധനയ്ക്ക് നയിക്കുന്ന അഭിഷിക്തന്മാർ, ആരാധന സംഭവമുണ്ട്, आराधना में अगुवाई करने वाले जन भी हैं, ആമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയ പ്രാർത്ഥനാ വീരന്മാരുണ്ട്, प्रार्थना वीरों के रूप में भी है, സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകന്മാർ, सुसमाचार प्रचार करने वाले പല നിലവാരങ്ങളിൽ ദൈവനാമത്തിൽ അധ്വാനിക്കുക. अलग अलग रूपों में परमेश्वर की सेवा करते ആമേ, हैं. ഇത് വലിയ പദവിയാ, ये बहुत बड़ी एक पदवी है, ദൈവത്താൽ ലഭിക്കപ്പെട്ട വലിയ ഉന്നത സ്ഥാനമാണ്. वो परमेश्वर से द्वारा मिला हुआ बहुत बड़ा ही एक उच्च स्थान है. ലോകത്തിൽ ചിലപ്പോൾ നമ്മളെ ചെറിയവർ, ലോകക്കാർ നമ്മളെ ചെറിയവരെ കണ്ടിരിക്കാം. शायद संसार हमें छोटा समझते हो, എന്നാൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം നാം അതിശ്രേഷ്ഠരാണ്. लेकिन वचन के हिसाब से हम बहुत ही श्रेष्ठ हैं. കർത്താവായ നമ്മുടെ കർത്താവ് തുടങ്ങി വെച്ച വലിയ ആത്മീയ പ്രവൃത്തിയുടെ പിൻഗാമികളായി നാം അധ്വാനിക്കുന്നു. जो परमेश्वर ने जो सेवा शुरू की उस सेवा को आगे बढ़ाने के लिए परमेश्वर हमें बुलाया. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, हम परमेश्वर के द्वारा बुलाए गए हैं, ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരാണ്. परमेश्वर के द्वारा अभिषिक्त हैं. ഒരു വലിയ ആത്മിക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മളെ वो തിരഞ്ഞെടുത്തിരിക്കുക. बड़े ही लक्ष्य के लिए परमेश्वर ने हमें बुलाया है. ഹൃദയം നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവം ഭാഗമായിരിക്കാം. अपने हृदय को उस परमेश्वर के हाथ में दे दें. കൊലോസ്യ ലേഖനത്തിന്റെ വാക്യം വായിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. कुलूसियों की पत्री से हम एक वचन पढ़ेंगे. കൊലോസ്യ ലേഖനം, ബുക്ക് ഓഫ് കൊലോഷ്യൻസ്, कुलूसियों की पत्री, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ उस कुलूसी की पत्री उसका पहला अध्याय का 24-25 വാക്യമാണ് ഇന്ന് രാവിലെ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നത്. 24 और 25 आयत हम आज के सुबह मनन करने जा रहे हैं. ഒന്നുകൂടെ പറയുന്നു, കൊലോസ്യ ലേഖനം कुलूसियों की किताब 1-ാം അധ്യായത്തിന്റെ उसका पहला अध्याय 24-25 വാക്യങ്ങൾ. 24 और 25 आयत. ആമേ, കൊലോസ്യ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് എന്ന ദൈവിക മനുഷ്യനാണ്. जो कुलूसी की कलीसिया थी वो एपफ्रास नामक एक व्यक्ति ने स्थापना की थी. ആ എപ്പഫ്രാസ് ദൈവത്തിന്റെ വിശ്വസ്ത വേലക്കാരനാണെന്ന് നാം 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നാം വായിക്കുന്നു. एपफ्रास है वो परमेश्वर. हम इसी अध्याय के 7वीं और 8वीं आयत में हम देख रहे हैं. കൊലോസ്യ പട്ടണത്തിൽ, അത് ഏഷ്യ മൈനറിലെ ഒരു പ്രത്യേക പ്രധാന നഗരമായ കൊലോസ്യ പട്ടണത്തിൽ എപ്പഫ്രാസ് എന്ന കർത്താവിന്റെ വിശ്വസ്തനായ ശുശ്രൂഷകൻ അവിടെ ദൈവത്തിന്റെ വേല ആരംഭിക്കുന്നു. जो ये कुलूसियों की जो कलीसिया है, जो शहर है, ये एशिया माइनर के जो क्षेत्र में आता है, और इस क्षेत्र में इस जगह में एपफ्रास नामक एक व्यक्ति जो परमेश्वर का विश्वास योग्य सेवक है वो सेवा कर रहा है. ഈ എപ്പഫ്രാസ് അതിശക്തമായ സത്യസുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടവനാണെന്ന് നാം അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. ये जो एपफ्रास है ये पूरी सच्चाई के साथ वो परमेश्वर के सुसमाचार को सुनाने वाला है, ऐसा हम यहाँ पढ़ते हैं. കൊലോസിയയിലെ സഭ സുവിശേഷത്തിന്റെ ആത്മിക മർമ്മങ്ങളെ തീർത്തും ഗ്രഹിച്ചവരായിരുന്നു. जो कुलूसी की जो विश्वासी लोग जन थे वो सब बड़े ही आत्मिक ज्ञान और समझ के साथ वो परमेश्वर की सेवा करते थे. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും वो परमेश्वर के जो विश्वास है വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നവരുമായിരുന്നു. वो आपस में प्रेम करने वाले भी थे. വിശ്വാസവും സ്നേഹവും वो विश्वास और प्रेम വായിക്കുന്നു. ദൈവദാസനായ പൗലോസ് അവരെ അഭിനന്ദിക്കുന്നതായിട്ട് നാം അതിന്റെ 1-3-4 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. जब इसी अध्याय का 3रे और 4थे आयत में हम देख सकते हैं पौलुस उनके बारे में उनको संबोधित करके कहता है कि तुम में विश्वास और प्रेम है. അപ്പോൾ വിശുദ്ധ സഭയെ സ്ഥാപിച്ച എപ്പഫ്രാസിനെ അഭിനന്ദിക്കുന്നതായിട്ടും നാം ഈ വാക്യങ്ങൾ കാണുന്നു. इसी अध्याय में हम देख सकते हैं कि संबोधित करता है पौलुस कि एपफ्रास जिसने इस कलीसिया की स्थापना करी थी. അപ്പോൾ വായിക്കുന്നു, ദൈവനാമത്തിന് വേണ്ടി അധ്വാനിപ്പാൻ വേണ്ടി വിളിച്ച പലരും. तो यहाँ हम पढ़ सकते हैं कि परमेश्वर की सेवा के लिए बुलाए गए कई जन. നമുക്കറിയാം, ദൈവം കാലാകാലങ്ങളിൽ ദൈവസഭയെ സ്ഥാപിക്കുവാനും വളർത്തുവാനും അനേക വിശുദ്ധന്മാരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. हम जानते हैं कि परमेश्वर ने अपनी कलीसिया की स्थापना करने के लिए कई लोगों को, कई जनों को इस्तेमाल किया. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വായിക്കുമ്പോൾ അനേക ദൈവദാസന്മാർ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ അധ്വാനിച്ച ഒരുപാട് പേർ നമുക്കറിയാം. पहली शताब्दी से लेकर आज तक कई सारे ऐसे जन हैं जो परमेश्वर की सेवा में पूरी लगन के साथ सेवा करते हैं. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ കർത്താവിന്റെ വേല അധ്വാനിക്കുന്ന വിശുദ്ധന്മാർ. दुनिया के अलग अलग कोनों में अलग अलग
जगहों में परमेश्वर की सेवा करने वाले पवित्र जन, അനേകർ അവരുടെ വിശ്വാസത്തിന്റെ യാത്ര അവസാനിപ്പിച്ച് ദൈവസ്ഥലം വിശ്രമിക്കുന്നു. कई कई ऐसे जन हैं जिन्होंने अपनी यात्रा समाप्त करके वो परमेश्वर में विश्राम कर रहे हैं। ഈ കാലഘട്ടത്തിൽ ഈ 2025 ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, ദൈവസഭയുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനായി പ്രാർത്ഥിപ്പാനായി ദൈവം നമ്മളെ ഒരുക്കിയല്ലോ. 2025 से परमेश्वर की सेवा करने के लिए, परमेश्वर के सामने प्रार्थना करने के लिए परमेश्वर ने हमें ऐसा समय दिया, इसलिए परमेश्वर का धन्यवाद करते हैं। നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമുക്ക് ഭംഗിയായി നിവർത്തിക്കണം. जो परमेश्वर ने हमें काम जो परमेश्वर ने हमें जो लक्ष्य दिया है उसको हम पूरी श्रद्धा के साथ करें। ദൈവത്താൽ ലഭ്യമായ ഉത്തരവാദിത്വം വളരെ വിശ്വസ്തരായി നാം പൂർത്തീകരിക്കണം. जो परमेश्वर ने हमें जिम्मेदारी दी है उसे पूरी विश्वास योग्यता के साथ करें। 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വസ്ത ശുശ്രൂഷകനായ എപ്പഫ്രാസ്. यहाँ इसका 9वीं आयत में देखते हैं विश्वास योग्य सेवक एपफ्रास, വിശ്വസ്ത ദാസനായ എപ്പഫ്രാസ്. विश्वास योग्य सेवक एपफ्रास। അപ്പോൾ നാം വായിക്കുന്ന പുതിയ നിയമത്തിൽ അനേക അപ്പോസ്തലന്മാർ, അതുകൂടാതെ അനേക ശുശ്രൂഷകന്മാർ, സുവിശേഷകന്മാർ, ഇവരെല്ലാം ചേർന്നാണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാരണമായത്. हम देख सकते हैं नए नियम में कई सारे ऐसे जन हैं, प्रेरित हैं, चेले हैं, ये सब मिलकर कलीसिया की उन्नति के लिए काम कर रहे थे। കൊലോസ്യ ലേഖനത്തെ നമ്മൾ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ നാം വായിക്കുന്നു, ക്രിസ്തു സഭയെ സ്ഥാപിക്കുന്നു. हम अगर इस पत्री को अगर हम ध्यान से देखें तो हम ऐसा बोल सकते हैं कि मसीह ने कलीसिया की स्थापना करी। കർത്താവിനെ അയച്ച പിതാവിനെ കുറിച്ച് നാം കാണുന്നു. जो परमेश्वर ने यीशु मसीह को भेजा, उस परमेश्वर के बारे में बात करते यहाँ देख सकते हैं। ക്രിസ്തുവിന്റെ സഹപഠനായിരുന്ന എപ്പഫ്രാസിനെ നമുക്കറിയാം, സഭ സ്ഥാപിക്കുന്ന ദൈവദാസൻ. ये एपफ्रास के बारे में हम यहाँ पढ़ते हैं, जिसने कलीसिया की स्थापना करी। പിന്നെ ഈ ദൈവദാസന്മാരൊക്കെ ലീഡ് ചെയ്ത് അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന അനുഭവിച്ച വിശുദ്ധ പൗലോസ് നമുക്ക് ഈ ഭാഗത്ത് വായിക്കാം. इन्हीं के लिए प्रार्थना करने वाले पौलुस और उनके कष्टों के बारे में हम यहाँ पढ़ते हैं। അപ്പോൾ നിരവധി പേരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ദൈവസഭയുടെ വളർച്ച ഉണ്ടാകുന്നത്. अलग अलग जनों के मेहनत और अलग अलग जनों के परिश्रम का फल है ये कलीसिया। നാം ഈ കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുകയാണ്. ये जो हम इसी पहला अध्याय उसके 15वें आयत से अगर हम देखें तो मसीह की श्रेष्ठता के बारे में हम यहाँ पढ़ते हैं। സഭയുടെ തലയായ ക്രിസ്തുവിന്റെ മഹത്വം, जो कलीसिया मसीह, जो कलीसिया का सिर है, उस मसीह की श्रेष्ठता के बारे में हम यहाँ पढ़ते हैं। 15-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആദ്യകാലത്ത് ക്രിസ്തു വന്നതും അതിനുശേഷം ചെയ്ത കാര്യങ്ങളും ആ കർത്താവിന്റെ മഹത്വത്തെ ശക്തമായി വിവരിക്കുന്ന ഭാഗമാണ് ആദ്യ അധ്യായത്തിന്റെ ഭാഗങ്ങൾ. ये पहला अध्याय के जो शुरुआती जो भाग है, यहाँ पे हम देख सकते हैं परमेश्वर की महिमा, जो परमेश्वर की महिमा है, जो परमेश्वर शुरुआती दिनों से लेकर अब तक सभी बातों को इसी अध्याय में लिखा हुआ है। അപ്പോൾ ക്രിസ്തുവിന്റെ വലിയ മഹത്വത്തെ വിവരിച്ചതിന് ശേഷം, जब परमेश्वर की महिमा, जो मसीह की महिमा के बारे में कहने के बाद 24-25 അധ്യായ വാക്യങ്ങളിൽ उसके 24वें और 25वें आयत में ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസിനുള്ള എരിവിനെയാണ്, പൗലോസിന്റെ ആഗ്രഹത്തെ കാണുകയാണ്. वो पौलुस की इच्छा को हम यहाँ देख सकते हैं। 24वें और 25वें आयत ഇങ്ങനെ വായിക്കുന്നു, यहाँ ऐसा लिखा है, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. अब मैं इन दुखों के कारण आनंद करता हूँ जो तुम्हारे लिए उठाता हूँ, और मसीह के क्लेशों की घटी उसकी रेह के लिए अर्थात कलीसिया के लिए अपने शरीर में पूरी करता हूँ। 25-ാം വാക്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. जिसका मैं परमेश्वर के उस प्रबंध के अनुसार सेवक बना जो तुम्हारे लिए मुझे सौंपा गया, ताकि मैं परमेश्वर के वचन को पूरा प्रचार करूं। വായിക്കുന്നു, ദൈവത്തിന്റെ വചനം, ആ വാക്യം ശ്രദ്ധിക്കണം. അതിന്റെ പ്രയോഗം എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം പൂർണ്ണമായി പ്രസംഗിക്കുന്ന വിശുദ്ധ പൗലോസ്. यहाँ पे ऐसा देख सकते हैं, परमेश्वर के वचन को पूरा प्रचार करूं। ദൈവഘോഷണം നിവർത്തിക്കണം. वो परमेश्वर की जो परमेश्वर ने जो जिम्मेदारी दी है
वो परमेश्वर जो प्रबंध दिया है उसको पूरी तरह से निभाने के बारे में हम यहाँ पढ़ते हैं। വിശുദ്ധ പൗലോസ് തന്റെ സാക്ഷ്യം പറയുക, ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ വളരെ ഭംഗിയായിട്ട് നിവർത്തിക്കുക. ये पौलुस यहाँ पे गवाही दे रहा है कि परमेश्वर ने जो मुझे काम दिया है, जो प्रबंध दिया है, उसको मैं पूरे ही परिश्रम के साथ पूरी करता हूँ। ദൈവവചന ഘോഷണം നിവർത്തിക്കുന്ന പൗലോസ്, जो परमेश्वर के प्रबंध है, जो परमेश्वर ने जो जिम्मेदारी दी है, उसे पूरी तरह से करने वाला पौलुस। ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, ആമേൻ, വചനത്തിന്റെ ആഴങ്ങളെ പൂർണ്ണമായി പ്രസംഗിച്ച വിശുദ്ധ പൗലോസ്. प्रियो, ये पौलुस जो पूरे सच्चाई के साथ, पूरे ही भेद के साथ प्रचार करने वाला पौलुस। കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ച വിഷയം വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നു. സത്യസുവിശേഷത്തിന്റെ ആഴങ്ങളെ ആമേ മറകൂടാതെ നമുക്ക് പ്രസംഗിക്കണം. जो बीते दिनों में हमने जो सीखा है, पूरी सच्चाई के साथ बिना किसी मिलावट के प्रचार करने के बारे में हम लोग सीख रहे थे। സത്യസുവിശേഷം പൂർണ്ണമായി പ്രസംഗിക്കുന്ന, ഇൻ ഫുൾനെസ്, ഇംഗ്ലീഷിൽ അങ്ങനെ വായിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഹിന്ദിയിൽ വായിച്ചത് കണ്ടോ, ആമേ പൂരീകരണ, ആമേ മുഴുവനുമായി പൂർണ്ണമായി വചനം പ്രസംഗിക്കുന്ന വിശുദ്ധ പൗലോസ്. एक ऐसे पौलुस को देखते हैं जो पूरी तरह से बिना किसी कमी घटी के पूरी तरह से परमेश्वर के वचन को प्रचार करने वाला पौलुस। തനിക്ക് ലഭിച്ച വചനത്തോട് ഒന്നും കൂട്ടുചേർക്കാതെ, അതിൽ നിന്നൊന്നും കുറയ്ക്കാതെ, ദൈവസഭയ്ക്ക് കൈമാറേണ്ട സന്ദേശത്തിന്റെ മുഴുവൻ ഭാഗവും പൂർണ്ണതയോടെ കൈമാറി വിശുദ്ധ പൗലോസ്. तो ऐसा पौलुस को देखते हैं जिसे जो वचन मिला है, ना वो उसमें कुछ कम करता है, ना उसमें कुछ बढ़ाता है। जो वचन उसे मिला है उसे वो कलीसिया को देने वाला एक पौलुस को हम यहाँ देख सकते हैं। ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ആഴങ്ങൾ, വിശ്വാസത്തിന്റെ ആഴവും ആമേ തമ്മിലുള്ള സ്നേഹത്തിന്റെ വർധനയ്ക്കും കാരണം അവർക്ക് പൂർണ്ണമായി ലഭിച്ച ദൈവത്തിന്റെ വചനമാണ്. पहली शताब्दी की जो कलीसियाएं थी, उनके आपस का प्रेम, उनकी कलीसिया की उन्नति का कारण ये था कि उनको जो वचन मिला था वो पूरा वचन था, बिना किसी कमी के। ദൈവത്തിന്റെ സഭ, ദൈവത്തിലെ വിശുദ്ധന്മാർ, അവർക്ക് ലഭിച്ച വചനത്തിന്റെ പൂർണ്ണതയാണ് അവരെ ദൈവസന്നിധിയിൽ പൂർണ്ണരാക്കിയത്. जो परमेश्वर की जो वचन की जो पूर्णता है, जो परिपूर्णता है, वही उन्हें सशक्त बनाई है। ഇന്ന് രാവിലെ ആത്മാവിൽ ഈ വചനം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, आज की सुबह हम जब मिलकर इस वचन को मनन कर रहे हैं, നാം ദൈവസഭയ്ക്ക് കൈമാറുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പൂർണ്ണതയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. परमेश्वर की कलीसिया को हम जो परमेश्वर के वचन को देते हैं, उसकी पूर्णता के बारे में हमें सोचना है। ദൈവവചനത്തിൽ ലഭിക്കേണ്ട ആത്മീക പോഷണത്തിന്റെ അവസാന പങ്കും നാം കൈമാറിയിരിക്കണം. जो परमेश्वर की कलीसिया को हमें जो देना है, उसका आखिरी वचन भी हमें देना है। ദൈവസഭയുടെ ആരോഗ്യത്തിനും ആരോഗ്യമുള്ള വിശുദ്ധന്മാരെ ഒരുക്കുന്നതിനും ആമേൻ വചനഘോഷണത്തിന്റെ പ്രാധാന്യം വളരെയാണെന്ന് നാം ഇന്ന് രാവിലെ വീണ്ടും ഓർത്തിരിക്കണം. हम एक बात समझे, जो कलीसिया की जो उसका जो स्वास्थ्य है, उसका जो स्वास्थ्य है, उसके जो स्वस्थ लोग हैं, उनका कारण यह है कि जो वचन उनको मिला है वो पूरा उनको मिला है। കൊലോസ്യ സഭ ശക്തമായ സഭയായിരുന്നു. जो കൊലോസ്യ की जो कलीसिया थी वो बड़ी ही मजबूत कलीसिया थी। അവർ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്നവരും वो परमेश्वर पर पूरा विश्वास करने वाले, ആ സകല വിശുദ്ധന്മാരെയും സ്നേഹിക്കുന്നവരുമായിരുന്നു. 4-ാം വാക്യം. वो परमेश्वर के जनों को पूरी तरह से प्रेम करने वाले लोग। വായിക്കുന്നു, അവർക്ക് സ്വർഗത്തിലുള്ള വലിയ നിക്ഷേപത്തെ കുറിച്ച് അവർക്ക് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. उनको स्वर्ग की बातों के बारे में बहुत ही आशा थी। ഈ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ നിക്ഷേപത്തെ കുറിച്ചുള്ള പ്രത്യാശ നിമിത്തം അവർ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുകയും വിശുദ്ധന്മാരെ സ്നേഹിക്കുകയും ചെയ്തു. जो अनंत जीवन के बारे में है, जो स्वर्ग की बातें हैं, उनको सोचकर वो बड़े ही आशा के साथ परमेश्वर पर विश्वास करते थे। കാരണം അവിടെ പൗലോസ് പറയുന്നു, അതിനെല്ലാം കാരണം നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ പൂർണ്ണതയാണ്. इसका कारण यह है, पौलुस बताता है कि जो तुम्हें मिला हुआ वचन है, वो उसमें पूरा वचन तुम्हें मिला है। എപ്പഫ്രാസ് കൊലോസ്യ സഭയ്ക്ക് കൊടുത്ത വചനത്തിന്റെ ആഴങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. जो एपफ्रास जो कलीसिया को जो वचन दिया है, उसकी गहराई को हम यहाँ देख सकते हैं। അതുപോലെ തന്നെ പൗലോസ് പറയുന്നു, എന്റെ വചനഘോഷണത്തിലും ഞാൻ പൂർണ്ണമായിട്ട് വചനം പ്രസംഗിക്കുന്നു. जब मैं प्रचार करता हूँ तो मैं पूरा प्रचार करता हूँ। അപ്പോൾ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്ന വിശുദ്ധന്മാർ, कलीसिया की उन्नति के लिए ही बड़े ही परिश्रम करने वाले पवित्र जन के बारे में देखते हैं। രാവിലെ ആത്മാവിൽ ഈ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ അന്നത്തെ സഭയും ഇന്നത്തെ സഭയും തമ്മിലുള്ള ഒരു
ആമേൻ കമ്പയർ ചെയ്യുവാൻ തുലനം ചെയ്യുവാൻ ദൈവം നമ്മളെ നിർബന്ധിക്കുകയാണ്. आज के दिन जो पहली शताब्दी कलीसिया थी और आज की कलीसिया है, इनके बीच में हमें अंतर देखने के लिए परमेश्वर मदद कर रहा है. ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന സഭ, തമ്മിൽ സ്നേഹിക്കുന്ന സഭ, വിശുദ്ധന്മാരെ സ്നേഹിക്കുന്ന സഭ, അതിന്റെ പൂർണ്ണമായ കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ പൂർണ്ണമായ പഠനവും അറിവുമായിരുന്നു. पूरी तरह से परमेश्वर पर विश्वास करने वाली कलीसिया, आपस में पवित्र जन, प्रेम करने वाली कलीसिया, इन सब का कारण ये था कि उन्हें जो वचन मिला है, उन्हें जो परमेश्वर का वचन मिला है, उसमें कुछ भी कमी नहीं थी, कुछ भी घटी नहीं थी, उनको पूरा पूरा वचन मिला है. 24-25 വാക്യം വായിക്കുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് തന്നെ പൂർണ്ണമായി അർപ്പിച്ച വലിയ ഭാഗത്തിന്റെ പ്രദർശനമാണ്, അതിന്റെ വെളിപ്പാടാണ് കാണുന്നത്. 24 और 25वीं आयत में हम देख सकते हैं ऐसे पौलुस को जिसने पूरी समर्पण के साथ पूरे ही सब कुछ अपना परमेश्वर के प्रचार के लिए दे दिया हुआ पौलुस को देखते हैं. സുവിശേഷത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പൗലോസ്, सुसमाचार के लिए खुद को पूरा पूरा समर्पित किए हुआ पौलुस को देखते हैं. തനിക്ക് ലഭിച്ച സന്ദേശത്തിന്റെ അവസാന വാക്കും പ്രസംഗിച്ച പൗലോസ്, जो उसे संदेश मिला है, वो परमेश्वर से जो संदेश मिला है, उसे पूरा पूरा प्रचार करने वाला पौलुस. തനിക്ക് ലഭിച്ച ആത്മീയ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഉപയോഗിച്ച വിശുദ്ധ പൗലോസ്, जिनको परमेश्वर ने उसे दिया है, उन सबको पूरी तरह से उपयोग करने वाला पौलुस. വായിക്കുന്നു, പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. 24वीं आयत में हम देख सकते हैं, अब मैं इन दुखों के कारण आनंद करता हूँ जो तुम्हारे लिए उठाता हूँ, और मसीह के क्लेशों की घटी उसकी देह के लिए अर्थात कलीसिया के लिए अपने शरीर में पूरी करता हूँ. ഈ സമയത്ത് പൗലോസ് താൻ ജയിലിൽ കിടക്കുകയാണ്. इस समय में पौलुस कारागृह में है. ആമേ കാരാഗ്രഹ ലേഖനങ്ങളാണല്ലോ, അതിലൊരു ഒന്നാണല്ലോ കൊലോസ്യ ലേഖനം. जो കൊലോസ്യ की जो पत्री है, ये कारागृह में लिखी हुई पत्रियों में से एक है. റോമിൽ താൻ ബന്ധനസ്ഥനാണ്. ये रोम में ये पौलुस बंदी है. ദൈവസഭ നിമിത്തം താൻ പീഡ അനുഭവിക്കുന്നു. परमेश्वर की कलीसिया के कारण वो जो क्लेश सह रहा है. താൻ പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു. पौलुस कहता है, अब मैं तुम सब के लिए दुख उठाता हूँ. ആമേ വായിക്കുന്നു, ഇപ്പോൾ ഈ എഴുതുന്ന സമയത്ത് താൻ കഷ്ടം അനുഭവിക്കുക. अब मैं मतलब जब ये लिख रहा है पौलुस, तब वो कष्ट में है, क्लेश में है. അപ്പോൾ വായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി. यहाँ पैसा लिखा है तुम्हारे लिए. പൗലോസ് പൗലോസ് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആമേ തന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി അല്ലായിരുന്നു, ദൈവസഭയ്ക്ക് വേണ്ടിയായിരുന്നു. पौलुस जो क्लेश को, जो दुखों को जो सह रहा है, वो खुद के लिए नहीं सह रहा है. നമുക്കറിയാം, സുവിശേഷ വലിക്ക് വേണ്ടി ഇറങ്ങിയ അഭിഷിക്തന്മാർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അവർ ഉയർച്ചയ്ക്ക് വേണ്ടി അവര് ദൈവസഭയ്ക്ക് വേണ്ടിയാണല്ലോ. ഞാൻ ദൈവാസന്മാർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. हम जानते हैं जो पवित्र जन है, वो सब जो क्लेश उन्होंने जो उठाया था, वो खुद के लिए नहीं उठा रहे थे, वो हम लोग के लिए उठा रहे थे. ആമേ ഇന്നും ദൈവസഭയ്ക്ക് വേണ്ടി ആമേ കഷ്ടം അനുഭവിക്കുന്ന നിരവധി ദൈവദാസന്മാർ, कई सारे ऐसे सेवक हैं जो आज परमेश्वर कलीसिया के लिए कष्ट और क्लेश उठा रहे हैं. ദൈവനാമത്തിന് വേണ്ടി അപമാനവും നിന്ദയും സഹിക്കുന്നവർ, परमेश्वर के नाम के लिए जो अपमान और जो निंदा सहने वाले कई ऐसे सेवक हैं. ആമേ നാം സമാധാനമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരന്മാർ പലരും ജയിലിൽ കിടക്കുന്നു. हम जो यहाँ पे पूरे स्वतंत्रता के साथ सेवा कर रहे हैं, ऐसे कई सारे लोग हैं जो आज कष्ट और क्लेश में जी रहे हैं. അവർ ആമേ ജയിലുകൾ കിടക്കുകയാണ്. कारागृह में अभी जी रहे हैं. ഭയത്തോടെ താമസിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. पूरे भय के साथ जी रहे कई सारे सेवक लोग हैं. ശരീരത്തിൽ മർദ്ദനമേറ്റ ഒരുപാട് ദൈവദാസന്മാർ, शरीर में घाव के साथ सेवा करने वाले कई जन हैं. ആ ദൈവനാമത്തിന് വേണ്ടി ഉപദ്രവം സഹിച്ച പലരും ഇന്ന് രാവിലെ നാം ഈ ശുശ്രൂഷിക്കുമ്പോൾ അവർ വേദന കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. परमेश्वर की कलीसिया के लिए, परमेश्वर के वचन के लिए कई ऐसे जन हैं जो शरीर में पीड़ाएं सहे हैं. जब हम यहाँ हम प्रचार कर रहे हैं, कई सारे ऐसे जन हैं जो पीड़ाओं को सह रहे हैं. അവ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു. यहाँ पे ऐसा कहता है, मैं तुम्हारे लिए कष्टों को उठाता हूँ. ആമേ ദൈവദാസനായ പൗലോസിന്റെ ആമേ അനുഭവം തന്റെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, കൊലോസിയ തുടങ്ങിയ ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. तो पौलुस कहता है कि जो मैं कष्टों को, दुखों को जो मैं झेल रहा हूँ, जो मैं सह रहा हूँ, वो तुम्हारे लिए सह रहा हूँ, कुलूसियों कलीसिया के लिए सह रहा हूँ. എന്നാൽ അടുത്ത വാക്യം കണ്ടോ, വളരെ ആമേ വ്യത്യസ്തമായ ഒരു വാക്യമാണ്. ആമേ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. और आगे की आयत में ऐसा लिखा है, वो काफी ही अलग आयत है. ऐसा लिखा है, मैं उन दुखों के कारण आनंद करता हूँ. ആമേ കണ്ടോ, ഞാൻ ഈ കഷ്ടങ്ങൾ നിമിത്തം ആനന്ദിക്കുന്നു. पौलुस कहता है, मैं इन दुखों के कारण आनंद करता हूँ. ആമേ ഈ ആനന്ദത്തിന്റെ കാരണമാണ്
ഇന്ന് രാവിലെ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ये ആഗ്രഹിക്കുന്നത്. जो दुखों के कारण जो आनंद होता है इसके बारे में आज हम सीख रहे हैं। ലോകത്തിലെ ലോകക്കാർ അനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി അല്ലാത്ത കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ ഭാരപ്പെടുന്നു, നിരാശപ്പെടുന്നു, അവർ പലരെയും ശപിക്കുന്നു, അടിച്ചവരെ വിരോധം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ऐसे कई संसार में जन हैं जो परमेश्वर कलीसिया के लिए उपद्रव करते हैं കലീസിയ और ബാഹർ. कलीसिया के बाहर जो उपद्रव करते हैं, आपस में बड़े ही ईर्ष्या के साथ जीते हैं। എന്നാൽ ദൈവദാസന്മാരും ദൈവനാമത്തിന്റെ കഷ്ടം അനുഭവിക്കുമ്പോൾ അവർ സന്തോഷത്തോടെയാണ് ഈ കഷ്ടം സ്വീകരിക്കുന്നത്. जो परमेश्वर कलीसिया के लिए जो जन दुख झेलते हैं, क्लेश झेलते हैं, वैसे पूरे आनंद के साथ उनको सहते हैं। ഞാൻ ദൈവദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നവർക്കായി. मैं उन सभी सेवकों को परमेश्वर को धन्यवाद करता हूँ जो इन दुखों को भी आनंद के तौर पे लेते हैं। ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അധ്യക്ഷന്മാരായിരുന്നു എന്നുകൊണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് ദൈവദാസന്മാർ. ऐसे जो कई सारे सेवक हैं जो परमेश्वर की सेवा के लिए निकले थे और इन सभी क्लेशों को सहकर मानसिक तौर से कई सारे सहने वाले सेवक जन हैं यहाँ पे। ദൈവസഭയെ കുറിച്ചുള്ള ചിന്തകൾ, ദൈവസഭയെ കുറിച്ചുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, वो परमेश्वर की जो कलीसिया के लिए जो कई सारी बातों को सोचने वाले सेवक जन हैं। ദൈവസഭയുടെ പുറത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർ. और ऐसे कई सारे जन हैं, सेवक जन हैं जो कलीसिया के बाहर से जो ये क्लेशों को झेलते हैं। പുറത്തുനിന്നുള്ള കഷ്ടം നിമിത്തം പുറത്തുള്ള ഉപദ്രവ നിമിത്തം കഷ്ടം സഹിക്കുന്നവർ. जो बाहर से जो क्लेश होता है वो सहने वाले जन. ദൈവസഭയ്ക്ക് അകത്തെ പ്രശ്നം നിമിത്തം സമ്മർദ്ദം അനുഭവിക്കുന്നവർ. जो कलीसिया के अंदर जो क्लेश है उसको सहने वाले जन. എന്നാൽ വാക്യം വായിക്കുന്ന പൗലോസിന്റെ വാക്കുകൾ ഞാൻ സന്തോഷിക്കുന്നു. लेकिन पौलुस यहाँ कहता है कि मैं आनंद करता हूँ. ദാസന്മാരെ, നമുക്കറിയാം, ആത്മാവിൽ കർത്താവിന് വേല ചെയ്യുന്നവർക്കറിയാം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും ഞാൻ എന്റെ ലാഭത്തിന് വേണ്ടി, എന്റെ കുറവ് കൊണ്ടല്ല, പിന്നെയോ ദൈവനാമത്തിന് വേണ്ടിയിട്ടാണ് നാം കഷ്ടം സഹിക്കുന്നത്. हम एक बात जानते हैं कि जो क्लेश हम जो सहते हैं वो खुद के लिए नहीं सहते, कि हम कलीसिया के लिए और परमेश्वर के लिए सहते हैं. വായിക്കുന്നു അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത്. हम यहाँ आगे पढ़ते हैं कि मसीह की क्लेशों की घटी എന്റെ ജഡത്തിൽ, मेरे शरीर में, उसमें उसकी देह के लिए, എന്റെ ജഡത്തിൽ, मेरे शरीर में, സഭയായ कलीसिया के लिए, അവന്റെ ശരീരത്തിന് വേണ്ടി, उसके देह के लिए ഞാൻ പൂരിപ്പിക്കുന്നു. मैं पूरी करता हूँ. ഇത് വലിയ എത്ര ആഴത്തിലുള്ള ഒരു ആത്മീക ദർശനം. ये बहुत बड़ी गहरी बात है. ഇതിന്റെ അർത്ഥം പൗലോസിന്റെ കർത്താവിന്റെ ഉപദ്രവത്തിന് കുറവുണ്ടായിരുന്നു, ദൈവസഭയുടെ രക്ഷയ്ക്ക് കാരണമായി കർത്താവിന് ഇനി എന്തെങ്കിലും ചെയ്യുവാൻ ബാക്കി ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല. ये बात का मतलब ये नहीं कि परमेश्वर को और भी क्लेश, प्रभु यीशु मसीह को और भी क्लेश सहना था, परमेश्वर कलीसिया के लिए और दुख उठाना था. എന്നാൽ കർത്താവിന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, वो परमेश्वर की देह की विशालता के लिए, ദൈവസഭയുടെ വിശാലതയ്ക്ക് വേണ്ടി, वो परमेश्वर की कलीसिया की विशालता के लिए, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്ത വിശുദ്ധ പൗലോസ്, मसीह के लिए अपने शरीर में दुख उठाने वाला एक पौलुस को देखते हैं. പ്രൈസ് ദി ലോർഡ്. आमेन. വാക്യം കണ്ടോ, അതിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പോകുകയാണ്. हम इस वचन की गहराई तक हम जाने वाले हैं. ആമേൻ. സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി, मसीह जो कलीसिया है, कलीसिया का जो सिर है, उसके लिए कष्ट को उठाने वाला पौलुस, സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിൽ സന്തോഷിക്കുന്ന പൗലോസ്, कलीसिया के लिए कष्टों को सहने वाला पौलुस को देखते हैं. അപ്പോൾ ദൈവത്തിന്റെ മർമ്മമായ സഭയ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതകൾ നമുക്ക് സന്തോഷമുളവാക്കുന്നതായിരിക്കണം. जो मसीह कलीसिया का जो देह है उसके लिए जो कष्टों को जो सहते हैं उसके लिए हमें आनंद करना है. ആമേൻ. നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നമുക്ക് വേണ്ടിയല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയാ. हम जो कष्ट को झेलते हैं, जो क्लेशों को सहते हैं, वो खुद के लिए नहीं सहते, जबकि मसीह जो कलीसिया, जो मसीह की जो अंग है, उसके लिए हम सहते हैं. സഭ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്നതുകൊണ്ട്, जो कलीसिया है वो परमेश्वर की देह है. ആമേൻ. ഈ ശരീരത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ ഈ കഷ്ടങ്ങൾ സന്തോഷത്തോടെ നാം സഹിക്കുക. जो हम कष्टों को जो झेल रहे हैं वो खुद के लिए नहीं सह रहे हैं, जो दुखों को हम सह रहे हैं खुद के लिए नहीं सह रहे, जबकि हम कलीसिया के लिए सह रहे हैं. സഭ जो कलीसिया है ക്രിസ്തുവിന്റെ ശരീരം, वो मसीह की देह है.
നാം ഇന്ന് കാണുന്ന ഭൗതിക സഭ, ഈ ലോകത്തിലെ നമുക്കറിയാം, നാം ഒരുമിച്ച് ആരാധിക്കുന്ന സഭ നാം വലിയ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. हम जो यहाँ पे आराधना करते हैं, जो हमारी कलीसिया है, वो परमेश्वर की देह का एक अंग है। അപ്പോൾ ഈ സഭയ്ക്ക് വലിയൊരു ഭാവിയുണ്ട്. तो इस जो कलीसिया को बहुत बड़ा है, एक भविष्य है। ആമേൻ. നമുക്കറിയാം നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട സഭയാ. ये अनंत जीवन के लिए बुलाई हुई कलीसिया है। ആമേൻ. ഇത് ക്രിസ്തുവിന്റെ ശരീരമാ. ये परमेश्वर की देह है। അപ്പോൾ ഈ ശരീരത്തിന് വേണ്ടി നാം ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, अब इस कलीसिया के लिए, इस परमेश्वर की देह के लिए जो हम लोग कष्ट को झेल रहे हैं, ആമേൻ, നാം ആമേൻ നിത്യതയ്ക്ക് വേണ്ടി സഭയെ ഒരുക്കുന്നതിന് വേണ്ടി നാം സഹിക്കുകയാ. ऊपर उस कलीसिया को अनंत जीवन में ले जाने के लिए हम सह रहे हैं। അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ സന്തോഷിക്കുന്നു. इसलिए पौलुस कहता है कि मैं आनंद करता हूँ। ആമേൻ. 4 ദിവസം കൊണ്ട് തീർന്നു പോകുന്ന ആമേൻ ഒരു വിഷയമല്ല, പിന്നെയോ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സഭയാ. 4 दिन बाद खत्म होने वाली बात नहीं है, बल्कि अनंत जीवन तक इसे ले जाने वाली बात है। ആമേൻ. വലിയ അനന്തമായ നിത്യതയുള്ള ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് സന്തോഷത്തോടെ തിരഞ്ഞെടുത്ത വിശുദ്ധ പൗലോസ്. अनंत जीवन के लिए कलीसिया को ले जाने वाला एक पौलुस, जो कलीसिया के लिए कष्टों को झेलता है, ऐसे पौलुस को हम यहाँ देखते हैं। താൻ പറയുന്നു, ആമേൻ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് എന്റെ ജഡത്തിൽ അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. मैं उन दुखों के कारण आनंद करता हूँ जो तुम्हारे लिए उठाता हूँ, मसीह की क्लेशों की घटी उसके देह के लिए, मसीह की कलीसिया के लिए अपने शरीर में पूरी करता हूँ। തന്റെ ജഡം, തന്റെ ശരീരം ആമേ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധ പൗലോസ്. अपने शरीर को कलीसिया के लिए समर्पित करने वाले पौलुस को हम यहाँ देखते हैं। ആമേ തന്റെ സമയവും തന്റെ ശബ്ദവും തനിക്ക് കൊടുക്കുവാനുള്ള സകലതും ആമേ ദൈവസഭയ്ക്ക് വേണ്ടി പൂർണ്ണമായി അർപ്പിച്ച വിശുദ്ധ പൗലോസ്. अपना समय, अपनी आवाज, अपना पूरा शरीर कलीसिया के लिए समर्पित किया हुआ एक पौलुस को हम यहाँ देखते हैं। ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ നാം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. परमेश्वर के जनों से मैं कहना चाहता हूँ कि आज के जो वचन है, हमें पूरी आनंद के साथ सुनना है। ആമേൻ. ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർ, जो कलीसिया के लिए कष्टों को सहने वाले पवित्र जन, ദൈവസഭയ്ക്ക് വേണ്ടി തന്റെ മുഴുവൻ ആയുസ്സും നീക്കിവെച്ചവർ, परमेश्वर की कलीसिया के लिए अपनी पूरी ही आयु को समर्पित किए हुए जन, ലോകത്തിലെ സകല ഉയർച്ചകളെയും വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തവർ, जो संसार में मिला हो पदवी को छोड़कर परमेश्वर की कलीसिया, परमेश्वर की सेवा में निकले हुए पवित्र जन, ആമേൻ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ പങ്കാളികളാകുവാൻ കുടുംബത്തോടൊപ്പം ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, जो परमेश्वर की कलीसिया के लिए दुख को सहने वाले परिवार के साथ मिलकर परमेश्वर की कलीसिया के लिए दुख सहने वाले जन है। ആമേൻ. ക്രിസ്തുയേശുവിന്റെ സഭയായ മർമ്മത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവർ ധൈര്യത്തോടെ ഈ കഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കുകയാണ്. वचनों की गहराई में जाने के बाद इन क्लेशों को वो नजरअंदाज करके, जो संसार से जो क्लेश आता है, ये उनके सामने कुछ भी नहीं, ऐसा सोचकर आगे जीने वाले पवित्र जन। പൗലോസ് പറയുന്നു, ഞാൻ എന്റെ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. पौलुस कहता है, जो मैं अपने शरीर में जो इन दुखों को, क्लेशों को सहता हूँ, मैं इन दुखों के कारण आनंद करता हूँ। മാറി മാറിയുള്ള ജയിൽവാസങ്ങൾ, अलग अलग जो कारागृह में जो समय व्यतीत करता है, ആമേ, ഒരുപാട് ആപത്തുകൾ, വിപത്തുകൾ, कई सारी घटनाएं, दुर्घटनाएं जो पौलुस के जीवन में आई, ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതിന്റെ അപ്പുറം ദൈവനാമത്തിന് വേണ്ടി അധ്വാനിച്ച വിശുദ്ധ പൗലോസ്. एक मनुष्य जो सह सकता है, उससे भी ज्यादा जो दुखों को सहने वाला एक पौलुस को यहाँ देखते हैं। കൊരിന്ത്യ ലേഖനത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിനെ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. कोरिन्थियों की पत्री में हम देख सकते हैं, वो जो मसीह के लिए जो दुखों को सहा, जो क्लेशों को सहा, उसकी बड़ी ही एक डिस्क्रिप्शन वहां देता है। ആമേൻ. ഇത്ര വലിയ കഷ്ടം സഹിച്ച പൗലോസ് പറയുന്നു, ഞാൻ സന്തോഷത്തോടെ സഹിക്കുന്നു. इतनी ज्यादा क्लेशों को सहने वाला पौलुस कहता है कि मैं बड़े ही आनंद के साथ इन्हें सहता हूँ। അവൻ ഈ കാരാഗ്രഹവാസവും ഈ കഷ്ടതകളൊന്നും തന്റെ ജീവിതത്തിൽ അല്പം പോലും നിരാശയെ ഉളവാക്കുവാൻ പര്യാപ്തമായില്ല. താൻ വലിയ ആനന്ദത്തോടെ ക്രിസ്തു ജീവിതം പൂർത്തിയാക്കിയ ദൈവത്തിന്റെ മനുഷ്യനാണ് വിശുദ്ധ പൗലോസ്. जो कारागृह में जो वो अभी रह रहा है, इन सब बात, जो दुखों को वो सह रहा है, वो ये सब चीजें उसके जीवन में उसके आनंद को कुछ भी कम नहीं कर रहा है। ആമേ. ക്രിസ്തു ജീവിതത്തിന്റെ ആഴങ്ങൾ, അതിന്റെ ആനന്ദത്തെ പൂർണ്ണമായി അനുഭവിച്ച വിശുദ്ധ जो പൗലോസ്. मसीही जो जीवन है, उसकी जो आनंद है, पूरी तरह से आनंदित
जीवन व्यतीत करने वाला है पौलुस। ദൈവനാമത്തിൽ ഇറങ്ങിയിട്ട് ഏതെങ്കിലും വിഷയത്തിൽ നിരാശയോടെ ഇന്ന് രാവിലെ ആയിരിക്കുന്നെങ്കിൽ अगर परमेश्वर की सेवा में अगर कुछ भी ऐसी चीज जो हमें निराश करती है तो ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാഹൃദ്യമായി സംസാരിക്കുന്നു. जो परमेश्वर की आत्मा पूरी तरह से एक बात कहना चाहता है, ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ഇന്ന് രാവിലെ ആനന്ദത്തോടെ സഹിക്കാൻ കാരണം നാം ദൈവസഭയ്ക്ക് വേണ്ടി സഹിക്കുകയാ. जो हम एक बात कहें, जो हम सह रहे हैं वो पूरे आनंद के साथ सह, क्योंकि हम खुद के लिए नहीं सह रहे हैं। ആമേൻ. ദൈവനാമത്തിന് വേണ്ടി ഒരുപാട് ലോകത്തിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ ഇന്ന് രാവിലെ നാം ഇരിക്കും. നമുക്കറിയാം ലോകത്തെല്ലാം നാം ഉപേക്ഷിച്ചു എന്നാൽ നമുക്കറിയാം ഇതെല്ലാം ദൈവനാമത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി നാം സഹിക്കുകയാണ്. जो संसार हमें दिया था उन सब चीजों को हमने छोड़कर जो परमेश्वर की कलीसिया में परमेश्वर की सेवा में जो हम निकले हैं, हम एक बात जाने हैं कि जो परमेश्वर ने हमें दिया है उस जिम्मेदारी को हम पूरे आनंद के साथ करें। പൗലോസ് പറയുന്നു, ഞാൻ അതിൽ സന്തോഷിക്കുന്നു, पौलुस कहता है कि मैं उसमें आनंद करता हूँ, കാരണം ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി സഹിക്കുകയാണ്. क्योंकि मैं परमेश्वर की कलीसिया के लिए सह रहा हूँ। ദൈവസഭ मैं परमेश्वर की कलीसिया के लिए, ക്രിസ്തുവിന്റെ ശരീരം, मसीह की देह को, ആമേൻ, എക്ലീസിയ, जो एक्लीसिया है, ആമേൻ, ശരീരം ക്രിസ്തുവിന്റെ സഭയാ. जो कलीसिया है वो परमेश्वर की देह है। അത് ദൈവത്തിന്റെ ഹൃദയത്തിലെ മറഞ്ഞിരുന്ന വലിയ മർമ്മമാ. जो परमेश्वर की वो जो देह है वो बहुत बड़ी ही गहरी बात है। ആമേൻ. ദൈവത്തിന്റെ സകല പദ്ധതിയും ആമേൻ ഈ ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. जो परमेश्वर ने जो पदवी बनाई है वो सब इस कलीसिया के लिए बनाई है। ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടി ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നത് ലാഭമാണെന്ന് മനസ്സിലാക്കി വിശുദ്ധ പൗലോസ്. जो परमेश्वर की कलीसिया के लिए जो दुखों को उठाना, जो सहना है, ये एक आनंद के तौर पे लिया हुआ एक पौलुस को देखते हैं। ഓർത്തിരിക്കട്ടെ ദൈവമക്കളെ, ഇത്ര വലിയൊരു ആനന്ദം ദൈവം നൽകിയല്ലോ. एक बात हम जाने कि परमेश्वर हमें इतनी बड़ी ही आनंद हमें दिया है। അതുകൊണ്ടാണ് കഷ്ടം അനുഭവിച്ചിട്ടും വീണ്ടും നാം ഈ വചനം തന്നെ അവിടെ പോയി പ്രസംഗിക്കുന്നത്. यही कारण है कि दुखों को सहने के बाद भी हम वही जाकर परमेश्वर की प्रचार को ദൈവസഭയ്ക്ക് അകത്തുള്ള ആത്മിക സമ്മർദ്ദം സഹിച്ചിട്ടും സുവിശേഷ വേല വിട്ട് ഓടാത്തതിന്റെ കാരണം ഇതിലുള്ള ആനന്ദം മനസ്സിലാക്കിയത് കൊണ്ടാണ്. जो कलीसिया के भीतर जो दुखों को सहने के बाद भी इसे छोड़कर ना जाने का एक ही कारण है कि हम इसमें आनंद करते हैं। ആമേൻ. ഇത് ആനന്ദമുളവാക്കുന്നതാ. ये आनंद का वचन है। സുവിശേഷ വേല ആനന്ദം തരുന്നതാണ്. जो परमेश्वर की सेवा है वो आनंद देने वाली एक सेवा ആമേൻ. है। ഇതിൽ വലിയ ആനന്ദമുള്ളൊരു ശുശ്രൂഷ ഭൂമിയിലില്ല. ऐसा कोई आनंदित ऐसा कोई सेवा नहीं है इस धरती पर। കാരണം ഇതിന് അവസാനമില്ലാത്ത ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് നാം ഈ കഷ്ടം സഹിക്കുന്നത്. जो हम जो दुखों को सहते हैं वो परमेश्वर की योजना है, इसमें इसका कोई अंत नहीं है। അപ്പോൾ ഓർത്തിരിക്കുക, പൗലോസ് പറയുന്നു, ഞാൻ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുകയാണ്. पौलुस कहता है कि मैं उस परमेश्वर की देह के लिए जो कलीसिया है उसके लिए दुखों को उठाता हूँ। എത്രയോ വിശുദ്ധന്മാർ, ऐसे कई पवित्र जन हैं, എത്രയോ അഭിഷിക്തന്മാർ ऐसे कई अभिषिक्त जन हैं, അവിടെ രക്തം ഊറ്റിയ, രക്തം കൊടുത്ത ഈ വേലയിലാണ് നാം ആയിരിക്കുന്നത്. जो अपने खून को देकर वो परमेश्वर की सेवा करते हैं। നമ്മുടെ കർത്താവിന്റെ ആ വലിയ ആദ്യം നമുക്കറിയാം, എന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കണം. जो परमेश्वर कहता है, मसीह कहता है कि वो मसीह के क्रूस को लेकर जीवन व्यतीत किए हुए कई सारे जन हैं। ആമേൻ. ക്രൂസ് ഉठाकर हम सेवा करते हैं. ഈ ക്രൂശ് എടുത്തുകൊണ്ട് നാം ശുശ്രൂഷിക്കുന്നു. ऐसे हाँ, ये जो हम जो सेवा करते हैं वो परमेश्वर की क्रूस को उठाकर करते हैं। കാരണം നമുക്കറിയാം, നാം ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുകയാണ്. हम एक बात जानते हैं, हम जो दुखों को सहते हैं वो परमेश्वर कलीसिया के लिए सहते हैं। ഒരുപാട് സഭാപിതാക്കന്മാരുടെ ചരിത്രം നമുക്കറിയാം. അവർ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേല പൂർത്തീകരിച്ചു. कई सारे ऐसे पवित्र जन हैं जो परमेश्वर की कलीसिया के लिए दुखों को सहकर अपने जीवन को पूर्ण व्यतीत करते थे। ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ നമുക്കറിയാം, ഇവരെല്ലാം ഒരു വലിയ സമൂഹമായിട്ട് ദൈവനാമത്തോട് അധ്വാനിച്ചവരാ. जो पहली शताब्दी के जो अभिषिक्त थे वो बड़े ही एक साथ मिलकर परमेश्वर की सेवा करते थे। വളരെ ശ്രദ്ധയോടെ നമുക്ക് വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. बड़े ध्यान से आज का वचन हम सुने। ആമേൻ. ജയിലിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, വെളിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. जो कारागृह में जब थे तब बाहर वालों के लिए प्रार्थना करते थे। പുറത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. बाहर वाले अंदर कारागृह वालों के लिए प्रार्थना करते थे। സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് നീങ്ങി. परमेश्वर की सेवा के लिए एक साथ हाथ पकड़कर व्यतीत करने वाले जन थे। സുവിശേഷ വേലയിൽ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. जो सुसमाचार प्रचार करने समय जो घोषणा करने वाले घोषणा कर रहे थे। പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. प्रार्थना के लिए बुलाए गए थे वो प्रार्थना कर रहे थे। അപ്പോൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരുന്നു. अपनी अपनी जिम्मेदारियों को वो पूरा कर रहे थे। ഇന്ന് രാവിലെ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് സമയം വിനിയോഗിക്കുന്നല്ലോ, आज की सुबह जब हम प्रार्थना के लिए कुछ समय व्यतीत करेंगे, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. जो हम व्यतीत कर रहे हैं,
നമ്മുടെ മേലെല്ലാം ഒരു വലിയ ശുശ്രൂഷയുടെ പല പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. हमारे ऊपर कलीसिया की सेवा के लिए अलग अलग जिम्मेदारियां दिया हुआ है. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഒരു അനുഭവം ഞാനിങ്ങനെ കേട്ടുവരികയായിരുന്നു. मैं एक गवाही को ऐसे सुन रहा था. സ്കോട്ട്ലൻഡിലെ ഒരു ആത്മീയ ശുശ്രൂഷയാണ്. एक स्कॉटलैंड जो देश है वहाँ की सेवा के बारे में सुन रहा था. പലരും ഈ വിഷയം കേട്ടിരിക്കാം. कई लोग शायद इसके बारे में जानते होंगे. ദീർഘവർഷങ്ങൾ ആഫ്രിക്കയിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ. कई साल कई वर्ष अफ्रीका जो देश है वहां पे सेवा किया हुआ एक प्रभु का दास था. തന്നെ അയച്ച സ്കോട്ട്ലൻഡിലെ തന്റെ സഭയിലേക്ക് താൻ കടന്നു പോകുന്നു. जो कलीसिया में जो स्कॉटलैंड में जो कलीसिया में उनको भेजा गया था वहां वो पहुंच गए. ദീർഘവർഷങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം वर्षों की सेवा के बाद തന്റെ ജീവിതാനുഭവങ്ങളെ അറിയിപ്പാനും അതുപോലെ ആഫ്രിക്കയിലേക്ക് പുതിയ ശുശ്രൂഷകന്മാരെ അയക്കണമെന്നുള്ള പ്രാർത്ഥന വിഷയമായിട്ടാണ് താൻ തന്റെ സഭയിലേക്ക് പോയത്. वो ये जो प्रभु के जो दास थे वो अफ्रीका जो देश था वहां पे नए सेवक उभरने के लिए एक प्रार्थना के साथ वहां गए थे. ഒരു രാത്രി യോഗത്തിൽ തനിക്ക് പ്രസംഗിപ്പാൻ വാദം ലഭിച്ചു. एक रात के समय उनको एक जगह वचन का प्रचार करना था. പകൽ മുഴുവൻ തന്നെ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, ഇന്ന് രാത്രി എനിക്ക് ലഭിക്കുന്ന സമയത്ത് ഞാൻ വചന ശുശ്രൂഷിക്കും. ആഫ്രിക്കയിലേക്ക് മിഷണറിമാരെ അയപ്പാൻ വേണ്ടി ഞാൻ ജനത്തെ प्रबोधिपिക്കും. जो प्रभु एक रात में उनको प्रचार करना था वो दिन भर ये प्रार्थना के साथ बैठे थे कि प्रभु आज जहां मैं प्रचार करूंगा वहां पे अफ्रीका के लिए जो सेवा के लिए समर्पित किए हुए दासों के लिए आज मैं प्रचार करूंगा. എന്നാൽ വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് വല്ലാത്ത മഴയും കാലാവസ്ഥയുടെ വലിയ വ്യതിയാനവും ഉണ്ടായി. जब शाम हुई तो मौसम काफी विपरीत हो गया. बारिश होने लगी. താൻ ആ സമയത്ത് യോഗത്തിലേക്ക് കടന്നു ചെല്ലുന്നു. वो वहां पे समय पे पहुंच गए. തന്നെ അയച്ച സഭയിലേക്കാണ് താൻ കടന്നു പോകുന്നത്. जहां उनको भेजा गया था उसी कलीसिया में वो गए. വളരെ പ്രതീക്ഷയോടെ ആ ദൈവവൃത്തൻ ആരാധനാലയത്തേക്ക് പ്രവേശിക്കുന്നു. बड़े ही प्रतीक्षा के साथ वहां पहुंच रहे हैं. എന്നാൽ അകത്ത് ചെന്നപ്പോൾ जब वो अंदर गए तो വളരെ പ്രായമുള്ളവരും ശരീരത്തിൽ ക്ഷീണിച്ചവരും ഒക്കെയാണ് സഭയിൽ വന്നത്. जब वो वहां पे देखते हैं तो उस सभा में जो जन आए थे वो बड़े ही शारीरिक तौर से कमजोर लोग आए थे और बुजुर्ग लोग वहां पे उस कलीसिया में आए थे. തനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം ലഭിക്കുന്നു. वो उनको सेवा करने का एक मौका मिला. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ ദൈവത്തിനോട്, നീ ഒരുങ്ങി വന്ന വചനത്തിൽ നിന്ന് മാറ്റം വരുത്തരുത്, ആ വചനം തന്നെ പ്രസംഗിക്കണം. लेकिन परमेश्वर कहता है कि परमेश्वर का आत्मा उनसे कहता है कि जो वचन तुम्हें मिला है वही वचन तुम्हें प्रचार करना है. താൻ സ്റ്റേജിലേക്ക് വരികയാണ് പ്രസംഗത്തിന് വേണ്ടി. जब वो स्टेज में जब आते हैं तो ആത്മാവിൽ താൻ നിറയപ്പെടുന്നു. वो पवित्र आत्मा में भर चुके हैं. ശക്തമായ സുവിശേഷത്തിന്റെ ആഹ്വാനം നടത്തുന്നു. താൻ ശുശ്രൂഷിക്കുന്ന ആഫ്രിക്കയിലേക്ക് ജനം വരുവാനും. वो ऐसा प्रचार करते हैं, पूरे ही गंभीरता के साथ पूरे दृढ़ता के साथ प्रचार करते हैं कि अफ्रीका में सेवा करने के लिए. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെങ്കിലും ആഫ്രിക്കയിലേക്ക് വരുവാൻ താല്പര്യമുണ്ടോ? കരമുയർത്താൻ പറഞ്ഞപ്പോൾ वहां पे जब वो प्रचार कर रहे थे तो वो ऐसा सवाल कर रहे थे कि अफ्रीका जो देश है वहां पे सेवा करने के लिए कौन कौन आगे आएगा. സ്റ്റേജിന്റെ പുറകിൽ നിന്ന് स्टेज के पीछे में से അവരുടെ കൊയറിൽ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയൊരു 10 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യൻ, वो जो कलीसिया का जो क्वायर था, वो कलीसिया का जो आराधना करने वाला आराधना का जो समूह था उनकी मदद करने वाला एक बच्चा था 10 साल का, उसने हाथ उठाया. ഓ സാമനെ മുമ്പിൽ വന്ന് പറയുന്നു, ആഫ്രിക്കയിലേക്ക് ഒരു മിഷണറിയാകുവാൻ ഞാൻ തയ്യാറാണ്. वो बच्चा आगे आगे कहता है कि मुझे अफ्रीका की सेवा के लिए जाना है. ആഫ്രിക്കയിലേക്ക് ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട 10 വയസ്സുള്ള ഒരു പയ്യൻ, अफ्रीका जो देश है उसके लिए सेवा के लिए नियुक्त किया हुआ एक 10 साल का बच्चा മുമ്പിലേക്ക് വരുന്നു. സഭയിലെ വൃദ്ധന്മാരായ പിതാക്കന്മാർ അവർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. वो बच्चा आगे आता है और जो कलीसिया में जो बुजुर्ग जन थे, जो माता पिता थे, वो सब इस बच्चे के लिए प्रार्थना करते हैं. ആ കുഞ്ഞിനെ ആ സഭ പഠിക്കുവാൻ വേണ്ടി പഠനത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു. അങ്ങനെ താൻ പഠിച്ചൊരു ഡോക്ടറായി
അവസാനം താൻ ഒരു വലിയ മിഷണറിയായി ആഫ്രിക്കയിലേക്ക് പോകുന്നു. वो बच्चा पढ़ के और जो कलीसिया थी वो उस बच्चे को पढ़ने के लिए प्रेरित करती है और वो एक डॉक्टर बनकर वो सेवा के लिए अफ्रीका जाते हैं. മറ്റാരുമല്ലായിരുന്നു, അത് ആഫ്രിക്കയിലെ ഏറ്റവും ഒരു അഭിഷിക്തനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വലിയ ദൈവഭക്തനായിരുന്നു. ये और कोई नहीं जबकि जो अफ्रीका में बहुत मशहूर और परमेश्वर की सेवा करने वाले डॉक्टर डेविड लिविंगस्टन की कहानी थी. താൻ അവിടെ ശുശ്രൂഷിപ്പാൻ ആരംഭിച്ചു ആഫ്രിക്കയിൽ. वो अफ्रीका में अपनी सेवा शुरू कर लिए थे. ദീർഘവർഷങ്ങൾ നമുക്കറിയാം, ചരിത്രം അറിയാവുന്നവർക്കറിയാം, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അപ്പോസ്തലനായി മാറിയ ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ. कई वर्षों तक हम इतिहास पढ़े तो कई वर्षों तक अफ्रीका में सेवा किए हुए दास है डेविड लिविंगस्टन. ആഫ്രിക്കയിൽ അനേക വംശങ്ങളെ ദൈവത്തിന് കൊണ്ടുവന്ന ദൈവത്തിന്റെ അഭിഷേകം. वो कई सारी पीढ़ियों को परमेश्वर की सेवा में लाए हुए ऐसे दास थे. ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക ട്രൈബിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. वो एक जाति के लिए वो प्रार्थना कर रहे थे. താൻ അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ जब वो प्रार्थना कर रहे थे കുറച്ചു പേർ ആ ട്രൈബിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. तो कुछ जन उस जाति में से परमेश्वर में विश्वास करके आए थे. എന്നാൽ ഒരു വൈകുന്നേരം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിക്കുന്നു. लेकिन शाम को उनको एक पत्र आता है, खत आता है. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളുടെ ക്യാമ്പസ് ഞങ്ങൾ തകർക്കും, നിങ്ങളെ കൊന്നുകളയും. ऐसा उस खत में लिखा था कि आज के इस समय में आज के शाम को आपके पूरे जो परिसर है वो उसे तबाह कर देंगे, आप सबको मार डालेंगे. ആ ട്രൈബിന്റെ തലവനാണ് ഈ കത്ത് ലിവിങ്സ്റ്റൺ. जो इस जाति के बारे में प्रार्थना कर रहे थे, उस जाति के जो मुखिया थे, उन्होंने ये खत को भेजा था. ആമേൻ. വളരെ പ്രയാസപ്പെട്ട് ലിവിങ്സ്റ്റണും ടീമും പ്രാർത്ഥന ആരംഭിക്കുകയാണ്. जो लिविंगस्टन जो प्रभु के दास थे वो उनकी पूरी टीम बड़े ही भय के साथ वो प्रार्थना कर रहे थे. തന്റെ ഡയറിയിൽ അന്നത്തെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എഴുതുന്ന ശീലം ലിവിങ്സ്റ്റൺ ഉണ്ടായിരുന്നു. लिविंगस्टन को ये एक आदत थी कि अपना जो दिन भर की जो रोजमर्रा की बातों को वो एक डायरी में लिखते थे. കുറച്ച് വർഷത്തിന് ശേഷം कुछ वर्षों के बाद ഈ ഗ്രാമത്തലവൻ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നു. ये जाति का जो मुखिया था वो परमेश्वर पे विश्वास करके कलीसिया में आ गया. വലിയ സഭയിൽ താൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇന്ന ഡേറ്റിൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടി നിങ്ങൾ കത്തയച്ചിരുന്നില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? वो कलीसिया पर वो गवाही देने खड़ा हुआ था. उसने कहा कि मैंने इस तारीख को एक खत भेजा था, तब आप लोग क्यों नहीं आए? ആമേൻ. അപ്പോൾ താൻ പറയുന്നു, ഞങ്ങൾ അന്ന് രാത്രിയിൽ ഒരു വലിയ സമൂഹമായി വന്നിരുന്നു. जब वो लोग कह रहे थे कि हम एक समूह बनकर वहां पे पहुंचे थे. ലിവിങ്സ്റ്റനെയും ആ ക്യാമ്പസിനെയും തകർപ്പാൻ പ്ലാൻ ചെയ്ത് വലിയ ആയുധങ്ങളുമായി ഞങ്ങൾ പ്രവേശിച്ചു ക്യാമ്പസിനകത്ത്. तब वो कहते हैं कि हम लिविंगस्टन को मारने के लिए कैंप परिसर को तबाह करने के लिए वहां आए थे. താൻ പറയുന്നു, ഞങ്ങൾ അകത്ത് പ്രവേശിച്ചപ്പോൾ കണ്ടു 39 വലിയ ഉയരമുള്ള യോദ്ധാക്കൾ റൗണ്ട് ചെയ്തുകൊണ്ട് ക്യാമ്പസിനെ കവർ ചെയ്ത് നടന്നുകൊണ്ട് വലിയ ആയുധങ്ങളുമായി കവർ ചെയ്ത് ഞങ്ങൾ കണ്ടു. हम ऐसा देख रहे थे कि जो परिसर है, जो वहां पे जो 39 बड़े बड़े योद्धा को उन्होंने देखा जो हथियारों को लिए घूम रहे थे. ഡേവിഡ് ലിവിങ്സ്റ്റൺ കാര്യം മനസ്സിലായില്ല. 39 എന്ന സംഖ്യ. डेविड लिविंगस्टन को ये बात समझ में नहीं आई. 39 जो संख्या है इसके बारे में वो समझ नहीं पाए. അവൻ താൻ ചിന്തിക്കുന്നു, സ്വർഗ്ഗദൂതന്മാർ വന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കാം. तब उन्होंने सोचा कि शायद स्वर्गदूतों ने आकर हमें रक्षा करी. അങ്ങനെ താൻ വളരെ സന്തോഷത്തോടെ യോഗം അവസാനിപ്പിക്കുന്നു. बड़े ही आनंद के साथ वहां रहते हैं. ആ ഗ്രൂപ്പ് മുഴുവൻ ദൈവസഭയോട് ചേരുന്നു. पूरी जाति परमेश्वर के विश्वास करती है. വളരെ സമാധാനത്തോടെ ശുശ്രൂഷ വളരുകയാണ്. वो बड़े ही शांति के साथ परमेश्वर की कलीसिया बढ़ रही है. താൻ അങ്ങനെ സ്കോട്ട്ലൻഡിലേക്ക് വരുന്ന ഒരു ദിവസം തന്റെ സാക്ഷ്യം പറയുവാനായി. तब वो स्कॉटलैंड आते हैं अपनी गवाही को बताने के लिए. സഭയിൽ താൻ സാക്ഷ്യം പറയുമ്പോൾ जब वो कलीसिया में गवाही दे रहे थे, അന്ന് രാത്രിയിലെ സാക്ഷ്യം ആ ദൈവസഭയിൽ താൻ പ്രസ്താവിക്കുന്നു. तब वो जो गवाही थी वो उसी दिन कलीसिया में वो बताते हैं. ഉടനെ സഭയ്ക്ക് ആരാധനാ യോഗത്തിന് ശേഷം आराधना के बाद आराधना जो सभा के बाद ആ സഭയുടെ സെക്രട്ടറി, അവരെ അയച്ച സഭയുടെ സെക്രട്ടറി പെട്ടെന്ന് ചർച്ചിന്റെ ഡയറി തുറന്ന് ആ റെക്കോർഡ് നോക്കുകയാണ്. जब वो कलीसिया का जो सेक्रेटरी है वो उस चर्च का जो डायरी है उसका जो रिकॉर्ड है उसको खोल के देखता है. ആമേ പരസ്യമായി താൻ ആ കിതാബ് തുറക്കുകയാണ്. वो बार बार उसे खोल के देख रहे हैं. പരസ്യമായി सबके सामने. सबके सामने वो डायरी को खोल रहे हैं. അപ്പോൾ തുറന്നപ്പോൾ ആ പ്രത്യേക രാത്രിയിൽ ശ്രദ്ധിക്കുക, ആമേൻ, പ്രാർത്ഥിച്ച അവരുടെ സഭയിൽ സ്കോട്ട്ലൻഡിലെ ആത്മാവിൽ രാത്രിയിൽ
ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റണും ആ ടീമിന് വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിച്ചവർ 39 പേരായിരുന്നു. वहां पे ऐसा लिखा है, उस डायरी में ऐसा लिखा है, जो उस दिन जिस दिन ये उन पर हमला होने वाला था, उस दिन उस स्कॉटलैंड की कलीसिया में 39 लोग उनके लिए प्रार्थना कर रहे थे. 39 പേർ രാത്രി മുഴുവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രിയിലാണ് ആമേൻ അങ്ങ് മറ്റൊരു ഭൂഖണ്ഡത്തിൽ ആഫ്രിക്കയിലെ ആമേൻ ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റന്റെയും കുടുംബത്തിന്റെയും ക്യാമ്പസിന് ചുറ്റും ആമേൻ ആത്മാവിൽ അവർ വലയം ചെയ്ത് പ്രാർത്ഥിച്ചു വരുമ്പോൾ സ്വർഗം ഇറങ്ങിയ ചിത്രമാണ് ആമേൻ തനിക്ക് മനസ്സിലായത് ആ സഭയിലെ സാക്ഷി നിമിത്തം. 39 लोग यहाँ स्कॉटलैंड में, अफ्रीका में परमेश्वर की सेवा कर रहे हैं. लिविंगस्टन के लिए हम प्रार्थना कर रहे थे, और जो जाति के मुखिया ने जो देखा था, वो 39 जन जो थे, उनके बारे में लिविंगस्टन समझ गया था कि ये वही जन है जो उसके लिए प्रार्थना कर रहे थे. അപ്പോൾ പ്രാർത്ഥിക്കുന്ന യോദ്ധാക്കൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നാം ഒരുമിച്ച് വലിയൊരു ശുശ്രൂഷ ചെയ്യുകയാണ്. तो ये जो प्रार्थना करने वाले वीरों को मैं कहना चाहता हूँ कि हम बहुत बड़ी सेवा कर रहे हैं. ആമേൻ സ്കോട്ട്ലൻഡിലെ സഭയിലെ വിശുദ്ധന്മാർ 39 പേർ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആഫ്രിക്കയുടെ ഭൂഖണ്ഡത്തിലെ വിശുദ്ധനെ സ്വർഗം ആമേൻ സംരക്ഷിക്കുകയായിരുന്നു. 39 लोग यहाँ स्कॉटलैंड में रात के समय प्रार्थना कर रहे हैं, और वहाँ अफ्रीका में परमेश्वर डेविड लिविंगस्टन को संभालता है. ആമേൻ ഓർത്തിരിക്കുക. അപ്പോൾ നാം ദൈവസ്ഥലിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾ, നാം അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ, നാം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, ഹല്ലേലൂയ, ആമേൻ ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവസഭയുടെ വ്യാപ്തിക്കും അഭിഷിക്തന്മാരുടെ സുരക്ഷയ്ക്കും കാരണമാണെന്ന് ഇന്ന് രാവിലെ നാം ഓർത്തിരിക്കട്ടെ. हम प्रार्थना कर रहे हैं, जो हम परिश्रम के साथ प्रार्थना कर रहे हैं, वो कहीं व्यर्थ नहीं जा रही है, बल्कि परमेश्वर के जो सेवक हैं उनकी सुरक्षा के लिए और परमेश्वर की कलीसिया की उन्नति के लिए वो प्रयोग में आ रही है. നാം ഒരുമിച്ച് ദൈവസഭയെ പണിയുന്നവരാണ്. हम मिलकर, एक साथ मिलकर कलीसिया को बनाने वाले हैं. നാം വായിക്കുന്നു എപ്പഫ്രാസ് കൊലോസിയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. हम पढ़ते हैं एपफ्रास कुलुस्सियों के शहर में ये प्रचार करता है. എപ്പഫ്രാസിനെ ലീഡ് ചെയ്യുന്ന വിശുദ്ധനായ പൗലോസ്. एपफ्रास को अगुवाई करने वाला पौलुस. നമുക്കറിയാം ആദ്യകാല സഭകളെല്ലാം ആമേൻ ഒരുമിച്ച് ചേർന്ന് അധ്വാനിക്കുകയാണ്. पहली शताब्दी में जो कलीसिया थी, वो मिलकर एक साथ सेवा करने वाले कलीसिया. നമുക്കറിയാം മറ്റു പല സാക്ഷ്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. अलग अलग गवाही को हम परमेश्वर के वचन में यहाँ देखते हैं. ആമേൻ അപ്പൊല്ലോസ് ദൈവസഭയെ ആമേൻ നമുക്കറിയാം അവർ എന്ത് ചെയ്യുന്നു, വളർത്തുകയാ. अपुल्लोस जो परमेश्वर का दास था, वो मिलकर कलीसिया को बढ़ा रहा था. വളർത്തിയവരിൽ പൗലോസും കൂടെയുണ്ട്. वो उस बढ़ाने में पौलुस का हाथ भी था. ആമേൻ തിമോത്തിയോസ് തീത്തോസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ചേർന്ന് ഒരുമിച്ച് ദൈവസഭയെ വളർത്തുന്നു. तीमुथियुस और तीतुस अलग अलग कलीसिया को बढ़ा रहे हैं. ദൈവസഭയുടെ വളർച്ച ഒരു ആമേൻ ഒരു ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നാം വീണ്ടും ഓർത്തിരിക്കട്ടെ. परमेश्वर कलीसिया की उन्नति है, वो एकजुट होकर आगे बढ़ाने की ആമേൻ ഇതിൽ क्रिया है. പ്രാർത്ഥിക്കുന്നവരുണ്ട്, इसमें प्रार्थना करने वाले जन വചനം भी हैं, സൂക്ഷിക്കുന്നവരുണ്ട്, सुसमाचार प्रचार करने वाले भी ആമേൻ हैं, ആരാധന ലീഡ് ചെയ്യുന്നവരുണ്ട്, आराधना करने वाले भी हैं. ആമേൻ ആരും അറിയാതെ കണ്ണുനീരെടുക്കുന്നവരുണ്ട്. कोई भी ना देखे ऐसे कमरों में बैठकर प्रार्थना करने वाले भी हैं. ആമേൻ നാം എല്ലാം ഒരുമിച്ച് ക്രിസ്തുവിന്റെ സഭയായ ശരീരത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുകയാണ്. हम सब मिलकर परमेश्वर की जो कलीसिया है, देह है, उसके लिए हम दुखों को सह रहे हैं. ഗ്രാമത്തിൽ പ്രസംഗിച്ചാലും നഗരത്തിൽ പ്രസംഗിച്ചാലും, चाहे गांव में प्रचार करे, चाहे शहर में प्रचार करे, വിദ്യാഭ്യാസമില്ലാത്തവനോട് സുവിശേഷം അറിയിച്ചാലും, ആമേ വിദ്യാസമ്പന്നരോട് സുവിശേഷം അറിയിച്ചാലും, अगर एक शिक्षाहीन व्यक्ति को अगर सुसमाचार सुनाए या शिक्षित व्यक्ति को सुसमाचार सुनाए, നാം സ്വർഗത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നവരാണ്. हम परमेश्वर की जो प्रचार है उसको हम प्रचार करने वाले जन हैं. ആമേൻ ഞാൻ ചെറിയവൻ, എനിക്ക് യോഗ്യതയില്ല, ഞാൻ ആമേൻ ചെറിയൊരു സഭയെ നയിക്കുന്നു. ദൈവമക്കളെ, ദൈവാസന്മാരെ ഓർത്തിരിക്കുക. ഹല്ലേലൂയ. നാം ക്രിസ്തുവിന്റെ സഭയെ मैं പണിയുന്നവർ. छोटा हूँ, मैं बहुत छोटी सी कलीसिया की अगुवाई करता हूँ, सेवा करता हूँ, लेकिन हम एक बात जान लें, हम परमेश्वर की देह के लिए हम सेवा कर रहे हैं. ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവർ, परमेश्वर की देह के लिए प्रचार करने वाले लोग, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, परमेश्वर की देह के लिए प्रार्थना करने वाले जन, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി ഉറക്കമളയ്ക്കുന്നവർ, जो परमेश्वर की देह के लिए ജാഗർ जागकर प्रार्थना करने वाले जन, ആമേ ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി ഓടുന്നവർ, അധ്വാനിക്കുന്നവർ. परमेश्वर की जो देह के लिए, जो कलीसिया मसीह की देह के लिए दौड़ कर सेवा करने वाले जन. ഓർത്തിരിക്കുക, വളരെ സന്തോഷത്തോടെ നാം ഈ ശുശ്രൂഷ हम एक പൂർത്തീകരിക്കട്ടെ. बात जान ले कि हम लोग बड़ी आनंद के साथ अपने अपनी सेवा को पूरा करें. പൗലോസ് പറയുന്നു, ഞാൻ വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഞാൻ ഇത് സഹിക്കുകയാണ്. पौलुस कहता है कि मैं बड़े आनंद के साथ इन दुखों को उठाता हूँ. ആമേൻ. ഈ കഷ്ടങ്ങളെ
സന്തോഷമാക്കി മാറ്റുന്ന വിശുദ്ധന്മാർ. इन दुखों को आनंद के रूप में बदलने वाले पवित्र जनों को देखते हैं. നാം ഒരുമിച്ച് അധ്വാനിക്കാം ഈ ദിവസങ്ങളിൽ. हम सब मिलकर एक साथ परिश्रम करें. നാം അയച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. जो जिन्होंने हमें भेजा है उनके लिए हमें प्रार्थना करना. നമ്മെ അയച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हमने जिनको भेजा है उनके लिए हम प्रार्थना करें. നമ്മെ ആദ്യമായി സുവിശേഷം അറിയിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. जिन्होंने हमारे लिए हमको सुसमाचार सुनाया उनके लिए हमें प्रार्थना करना. നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവർക്ക് വേണ്ടി ശക്തമായി നാം പ്രാർത്ഥിക്കണം. हमको उद्धार में लाए हुए जन है उनके लिए हमें प्रार्थना करना. അവർ ഒരുപക്ഷെ സ്വർഗ്ഗത്തിൽ വിശ്രമിക്കുന്നവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. अगर वो मसीह में अगर सो रहे हैं तो उनके बच्चों के लिए हमें प्रार्थना करना. നമ്മെ വളർത്തിയ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. जिन्होंने हमें आत्मिक तौर से बढ़ाया उनके लिए हमें प्रार्थना करना. നമ്മെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हमें संडे स्कूल में पढ़ाए हुए उनके लिए हमें प्रार्थना करना है. നമ്മളെ ആത്മിക വിഷയത്തിൽ നമ്മളെ വളർത്തുന്ന സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. जो हमें आत्मिक तौर से बढ़ाए हुए लोग हैं उनके लिए हमें प्रार्थना करना है. ഡേവിഡ് ലിവിങ്സ്റ്റൺ വേണ്ടി പ്രാർത്ഥിച്ച 39 പേർ ലോകത്തിൽ വലിയൊരു ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. डेविड लिविंगस्टन के लिए जिन लोगों ने प्रार्थना किया था वो बड़ी सेवा कर रहे थे. ലോകത്തിൽ ഒരുപക്ഷെ അവരെ മറ്റാരും കണ്ടു കാണില്ല. शायद उनको कोई किसी ने देखा ना होगा. എന്നാൽ അവർ ചെയ്തൊരു വലിയ ആത്മിക യുദ്ധമായിരുന്നു. उन्होंने बहुत बड़ी आत्मिक युद्ध को उन्होंने सहा. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ നാം ആത്മിക മല്ലന്മാരാണ്. हम जो प्रार्थना कर रहे हैं वो हम जो प्रार्थना करते हैं हम प्रार्थना जो हम लोग कर रहे हैं वो हम प्रार्थना वीर हैं. हम आत्मिक योद्धा हैं. നമ്മൾ വചനം സൂക്ഷിക്കും ചെയ്യുന്നത് വലിയൊരു സ്വർഗീയ ശുശ്രൂഷ ചെയ്യുകയാണ്. हम जो वचन का प्रचार करते हैं हम स्वर्ग की बहुत बड़ी एक सेवा को हम कर रहे हैं. കൊലോസ്യ സഭയുടെ സഭാ സ്ഥാപനത്തിന് ഒരുപാട് പേർ ഒരുമിച്ച് അധ്വാനിച്ചു. जो कलीसिया जो कुलुस्सियों में थी उसकी जो स्थापना थी वो बहुत सारे लोगों की मेहनत थी. കൊരിന്ത് സഭയിൽ നമുക്കറിയാം ഒരുപാട് പേർ ഒരുമിച്ച് അധ്വാനിച്ചു. हम जानते हैं कोरिन्थ की जो कलीसिया थी उसमें कई जन मिलकर मेहनत करके परिश्रम करके उसकी स्थापना करी. ജെറുസലേം സഭയിൽ അഭിഷിക്തന്മാരുടെ ലിസ്റ്റ് നമുക്കറിയാം ഒരുപാട് പേരുണ്ട്. यरूशलेम में जो कलीसिया है उसकी अगर सूची को लेकर तो उसमें कई सारे जन हैं. അന്താക്കിയ സഭയിൽ നമുക്കറിയാം അന്ത്യോഖ്യയിൽ ഒരുപാട് വിശുദ്ധന്മാർ ആത്മീയ ശുശ്രൂഷ നടത്തി. अंताकिया में कई सारे सेवक पवित्र जन उसकी सेवा कर रहे थे. ആമേൻ. ഇതൊരു വലിയ ഒരുമിച്ചുള്ള ശുശ്രൂഷയാണ്. ये सब एकजुट होकर सेवा करने वाली बात. ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാം ശക്തമായി ചെയ്യും. जो परमेश्वर ने हमें जो लक्ष्य दिया जो सेवा जिम्मेदारी दी उसको हम पूरी तरह से करें. ആമേൻ. ഏത് ജീവിതത്തിന്റെ ഏത് കാലഘട്ടമായിരുന്നാലും चाहे हम अपने जीवन के चाहे किसी भी क्षेत्र में हो, സുഖത്തിലും ദുഃഖത്തിലും चाहे सुख में हो चाहे दुख में हो, ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും अपने जीवन के हर समय में നാം ഈ വചനം പൂർണ്ണമായി പ്രസംഗിക്കും. हम इस परमेश्वर के वचन को पूरी तरह से प्रचार करें. കാരണം നാം ക്രിസ്തുവിന്റെ ആമേൻ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു. इसका कारण यह है कि हम जो करते हैं वो परमेश्वर की कलीसिया के लिए करते हैं. യേശുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ സഭ. वो मसीह की देह जो कलीसिया है उसके लिए करते हैं. ആമേൻ. നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഈ കഷ്ടങ്ങൾ ആമേൻ നമുക്ക് സന്തോഷമാണ്. കാരണം ഹല്ലേലൂയ ഈ ആമേൻ ദൈവസഭ ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആത്മാക്കളുടെ കൂട്ടമാണ്. हम जो दुखों को सहते हैं उसको हम आनंद के साथ हमें सहना है क्योंकि हम जो करते हैं जो मसीह की देह के लिए करते हैं. അതുകൊണ്ട് 25-ാം വാക്യം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കട്ടെ. इसलिए हम 25वीं आयत को हम एक बार कह के हम यहाँ समाप्त करते हैं. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവത്തിന്റെ വചനഘോഷണം നിവർത്തിക്കേണ്ടതെന്ന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. जिसका मैं परमेश्वर के उस प्रबंध के अनुसार सेवक बना जो तुम्हारे लिए मुझे सौंपा गया ताकि मैं परमेश्वर के वचन को पूरा प्रचार करूं. ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നു. സേവക് ബന. यहाँ पे पौलुस कहता है कि मैं उस प्रबंध के अनुसार सेवक बना. ആമേൻ. ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നു. मैं सेवक बना. ആമേൻ. ദൈവം എനിക്ക് ഉദ്യോഗം ഈ ആമേൻ ജോലി എനിക്ക് നൽകിയിരിക്കുകയാണ്. परमेश्वर ने मुझे काम दिया है. परमेश्वर ने मुझे एक जिम्मेदारी दी है. അതുകൊണ്ട് ഭയമില്ലാതെ, इसलिए बिना किसी भय के, ക്ഷീണമില്ലാതെ, बिना किसी थकावट के, പരിഭവങ്ങളില്ലാതെ, बिना किसी भेदभाव के ആമേൻ ശക്തമായ ദൈവത്തിനെ സൂക്ഷിപ്പാൻ वो परमेश्वर की सेवा को पूरी तरह से करने के लिए ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे. ദൈവസഭ जो परमेश्वर की जो कलीसिया है ക്രിസ്തുവിന്റെ ശരീരമാണ്. वो मसीह की देह है.